നിരപരാധിയായ ആമ. വളരെ കാലങ്ങൾക്ക് മുൻപ് അതിശക്തനായ ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിന് വളരെ വലുതും വിശാലവുമായ മനോഹരമായ ഒരു കൊട്ടാരമുണ്ടായിരുന്നു. കൊട്ടാരത്തിനോട് ചേർന്ന് വലിയ ഒരു പൂന്തോട്ടവും അതിലൊരു കുളവും ഉണ്ടായിരുന്നു. ഒരു ദിവസം പൂന്തോട്ടത്തിൽ നടക്കവേ കുളത്തിൽ കട്ടിയുള്ള പുറന്തോടോടുകൂടിയ ഒരു വസ്തു നീന്തി തുടിക്കുന്നത് കണ്ണിൽപ്പെട്ടു. അദ്ദേഹം അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ അതൊരു ആമയാണെന്ന് മനസ്സിലായി. തന്റെ പൂന്തോട്ടത്തിന്റെയും കുളത്തിന്റെയും ഭംഗി നശിപ്പിക്കുന്ന ഒരു അരോചക വസ്തുവായ ആ ആമയെ കണ്ട രാജാവ് അപ്പോൾ തന്നെ തന്റെ ഭടന്മാരോട് അതിനെ കൊന്നുകളയുവാൻ ഉത്തരവിട്ടു. രാജാവിന്റെ ഭടന്മാർ ആമയെ കൊല്ലുവാൻ പലവിധ ഉപായങ്ങൾ ആലോചിച്ചു. ചിലർ കുന്തം കൊണ്ടും ചിലർ വാളുകൊണ്ടും മറ്റും അതിനെ കൊല്ലാമെന്ന് പറഞ്ഞു. കൂട്ടത്തിലുണ്ടായിരുന്ന വൃദ്ധനായ ഒരു ഭടൻ പറഞ്ഞു, നിരപരാധിയായ ഈ ജീവിയെ എന്തുകൊണ്ട് നമുക്ക് നദിയിലേക്ക് വലിച്ചെറിഞ്ഞുകൂടാ? മറ്റുള്ളവർ വൃദ്ധന്റെ ഈ നിർദ്ദേശത്തോട് യോജിക്കുകയും ആമയെ നദിയിലേക്ക് വിടുകയും ചെയ്തു. സ്വതന്ത്രനായ ആമ സുരക്ഷിതമായ ഒരു അകലത്തിലേക്ക് ഉടനെ നീന്തുകയും അവിടെ നിന്ന് തന്റെ ജീവൻ രക്ഷിച്ച ആ വൃദ്ധനോട് നന്ദി പറയുകയും ചെയ്തു.